പാർട്ടി നിർദ്ദേശിച്ചാൽ മേയർ പദവി ഏറ്റെടുക്കാമെന്നാണ് ഇപ്പോൾ മേയർ പദവിയിലേക്ക് ഏറ്റവും അധികം പേരുയർത്തി കാണിക്കുന്ന ഡോക്ടർ ജയശ്രീ പറയുന്നത്. മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുകൂടി മേയർ ജയശ്രീ പറയുന്നു. അതെ, LDF പ്രതിനിധികളായി ജയിച്ച എല്ലാവരും മേയറാകാൻ യോഗ്യരാണെന്നും മേയർ സ്ഥാനത്തേക്ക് LDF പരിഗണിക്കുന്ന ഡോക്ടർ ജയശ്രീ മീഡിയ വണിനോട്. കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന് പ്രതിസന്ധിയായി നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന മേയർ സ്ഥാനാർത്ഥി ഇത്തവണ തോറ്റുപോയി CP മുസാഫർ അഹമ്മദ്. ഇപ്പോൾ മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ മേയറാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. കോട്ടൂളി വാർഡിൽ നിന്ന് വിജയിച്ച ഡോക്ടർ ജയശ്രീ. കഴിഞ്ഞ തവണയും ടീച്ചറുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നതാണ്, പിന്നീടാണ് അതിൽ മാറ്റം വരുന്നത്. ഇത്തവണ ജയശ്രീ ടീച്ചറുടെ പേരാണ് പ്രധാനമായും പരിഗണിക്കുന്നത് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ജയശ്രീ ടീച്ചർ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ടീച്ചറെ, ഈ പറഞ്ഞതുപോലെ ഇത്തവണ മേയറായിട്ട് ടീച്ചറായിരിക്കും വരിക? നിങ്ങൾക്കറിയാമല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അങ്ങനെ ഒരാളെ മേയറാക്കാം, ഡെപ്യൂട്ടി മേയറാക്കാം എന്ന് പറഞ്ഞിട്ടല്ല യഥാർത്ഥത്തിൽ മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണയും നിങ്ങൾ പറഞ്ഞ പോലെ പത്രങ്ങളിലും ഈ ന്യൂസ് ചാനലുകളും ഒക്കെയാണ് എന്നെ മേയറാക്കുമെന്ന് ഞാനറിയുന്ന അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും. മുസാഫർ അഹമ്മദ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെപ്യൂട്ടി മേയറായിരുന്നു. അദ്ദേഹം നിർഭാഗ്യവശാൽ തോറ്റ്. അത് ജനവിധിയെ കൃത്യമായിട്ട് മാനിക്കുന്നു. പക്ഷേ ആരാകും മേയർ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ ജയിച്ചു വന്നിട്ടുള്ള 35 പേരും അതിന് സാധ്യതയുള്ളവരാണ്. എല്ലാവരും ഏബിളായിട്ടുള്ള ആളുകൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അതിൽ ഞാനാകുമെന്ന് എവിടെയും ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അതിൽ വലിയ മികവ് പുലർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അത് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആൾ, പിന്നെ ഇതിലടക്കം കൗൺസിലടക്കമുള്ള ഇടപെടൽ, ഇതെല്ലാം പരിഗണിച്ചൊരു സാധ്യത വന്നാൽ അത് തള്ളിക്കളയാൻ കഴിയുമോ? നോക്കൂ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നമ്മളോട് ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറഞ്ഞാലും അത് നമ്മൾ ചെയ്യുകയും അതിൽ നമ്മുടെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടല്ലോ, ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ട്, അത് വെച്ചുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്നുള്ളതിനെ നല്ല രീതിയിൽ ചെയ്തു എന്ന് പറയുന്നത് അത് എൻ്റെ മാത്രം ഒരു മിടുക്ക് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടോ സംഭവിക്കുന്നതല്ല. മറിച്ച് പിന്നെ ജനറലായിട്ടുള്ള നമ്മുടെ കൗൺസിലേഴ്സിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഒരു യോജിച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏത് റിസൾട്ടും വരുന്നത്. അതിനൊരു പക്ഷേ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 75 വാർഡുകളിലുമുള്ള ആളുകൾ പോലും അതുമായിട്ട് ഈ ആരോഗ്യ രംഗത്തെയും ശുചിത്വ രംഗത്തെയും പ്രവർത്തനങ്ങളുമായി പാർട്ടി പറഞ്ഞാൽ മേയർ സ്ഥാനം ഏറ്റെടുക്കാം എന്നുള്ള